ഭയങ്കര ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ലൈവിൽ. അതായത് ഒണിയിൽ നേരത്തെ മൂന്നാം ഘട്ട ടാസ്കിൽ സത്യത്തിൽ മൂന്നാമത് വരേണ്ടത് നമ്മുടെ അനീഷായിരുന്നു. പക്ഷെ അവിടെ ഒണിയിൽ ഒരു ഗെയിം കളിച്ചു. കാര്യം ഒണിയിലിന് ഗെയിം കളിച്ചേ പറ്റത്തുള്ളൂ, കാര്യം എല്ലാവരുടെയും നിലനിൽപ്പാണല്ലോ. പക്ഷേ അതൊരു ചതിയിലൂടെ നേടിയതായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒണിയിൽ തന്നെ പണിയായിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു സസ്പെൻഷൻ വീക്കിൽ പുറത്തായിരിക്കുന്നത് നമ്മുടെ ഒണിയിലും ശാരികയുമാണ്. എങ്ങനെയാണെന്നല്ലേ, അതായത് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നിന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. അതായത് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണ് ടാസ്കിൻ്റെ പേര്. ഗാർഡൻ ഏരിയയിൽ 6 പെഡസ്റ്റലുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ 6 ബൗൾസും ഉണ്ട്. അതിൽ അവരവരുടെ പോയിൻറ്റ്സ് ഇപ്പം അനീഷിൻ്റെ പെഡസ്റ്റലിൻ്റെ നേർക്ക് അനീഷിൻ്റെ കിട്ടിയ പോയിൻറ്റ്സ് ആ ഒരു ബൗൾസിലും ഉണ്ടായിരിക്കും. അതേപോലെ 6 പെഡസ്റ്റലുകളിൽ 6 ബൗളിലും ഉണ്ടായിരിക്കും. ആ ബൗളിലെല്ലാം അവരവരുടെ പോയിൻറ്റ്സും കാണും. അതേപോലെ തന്നെ ഈ ഗാർഡൻ ഏരിയയുടെ മറ്റൊരു ഭാഗത്ത് വേറൊരു പെഡസ്റ്റലിൽ ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ടാകും. ആദ്യം പോയി ആരാണോ ഗ്രീൻ ബട്ടൺ അമർത്തുന്നത് അവർക്ക് മറ്റുള്ളവരിൽ അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്ത് അവരുടെ പോയിൻറ്റ്സ് കരസ്ഥമാക്കാൻ കഴിയും. ഇതാണ് ടാസ്ക്. അങ്ങനെ ടാസ്ക് ആരംഭിച്ചു. രണ്ട് റൗണ്ടാണ് ഉള്ളത്. ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ അനീഷ് ഓടി വന്നു നമ്മുടെ ഒനിയൽ സാബുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു 14-15 പോയിൻറ്റ്സ് അങ്ങനെ കരസ്ഥമാക്കി. അങ്ങനെ 19 പോയിൻറ്റ് നമ്മുടെ അനീഷിന് കിട്ടി. രണ്ടാമത് ഓടി, ആ രണ്ടാമതും നമ്മുടെ അനീഷ് തന്നെ ജയിച്ചു. വീണ്ടും ഒനിലിൻ്റെ ബാക്കി പോയിൻറ്റ്സ് എടുത്തു. അങ്ങനെ അനീഷ് പുറത്തു പോകേണ്ട അനീഷ് അകത്തേക്ക് വന്നു. നമ്മുടെ അകത്തിരുന്ന ഒനിയിൽ പുറത്തേക്ക് പോയി. അപ്പോൾ ഒനിയിലും ശാരികയുമാണ് പുറത്തേക്ക് പോകേണ്ടത് കേട്ടോ. അതായത് കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ് തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മുടെ അനീഷിന് ഒരു കുറച്ച് വിട്ടുവീഴ്ച നമുക്ക് ചെയ്യാമായിരുന്നു. കാര്യം അനീഷിൻ്റെ ടീം നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു. പക്ഷേ അനീഷിനോടുള്ള ആ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അനീഷിനോട് എല്ലാവർക്കും എന്തും ചെയ്യാമല്ലോ, ആ ഒരു കാരണം വെച്ചുകൊണ്ട് തന്നെ അനീഷിന് ആ ഒരു പോയിന്റ് കൊടുത്തില്ല. ഏറ്റവും ലാസ്റ്റ് ആണ് 5ാമതാണ് കൊടുത്തത്. കാര്യം 6ാമത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുത്തേനെ. 6ാമത് ശാരീരിക ആയതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു. അത് കാരണം തന്നെ 5ാമതാണ് നമ്മുടെ അനീഷിനെ കൊടുത്തത്. ആ 5ാം സ്ഥാനം കൊടുത്ത ഒനീലിൻ്റെ പോയിന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അനീഷ് നല്ല രീതിയിൽ ഗെയിം കളിച്ചു നേടിയത്. ഒനീൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.